സ്പാർക്കിലെ സാലറി പ്രോസസ്സിങ്ങിനെ കുറിച്ച് തീർത്താൽ തീരാത്ത സംശയങ്ങളുണ്ടാകും. അതിനുള്ള പരിഹാര മാർഗങ്ങളാണ് ഇനി പറയുന്നത്. ഒരു ഓഫീസിൽ സ്പാർക്കിലൂടെ സാലറി പ്രോസസ്സിംഗ് എങ്ങനെ നടത്തുന്നു എന്ന് നമുക്ക് നോക്കാം. സാലറി മാറ്റേഴ്സിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബിൽ ടൈപ്പ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഓഫീസിൽ എത്ര ഹെഡ് ഓഫ് അക്കൗണ്ടിൽ സാലറി മാറുന്നുണ്ടോ അത്രയും ഹെഡുകൾ കോഡ് ചെയ്ത് വെക്കുകയാണ് ആദ്യം വേണ്ടത്. ഈ വിൻഡോയിൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഡിസ്ട്രിക്ട്, ഓഫീസ് ഇവ ഡീഫോൾട്ടായി ഉണ്ടാകും. DDO കോഡ് മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ബിൽ ടൈപ്പ്, ഡിസ്ക്രിപ്ഷൻ, ഹെഡ് ഓഫ് അക്കൗണ്ട്, ഡിസ്ക്രിപ്ഷൻ ഓഫ് HOA, പ്ലാൻ ഓർ നോൺ പ്ലാൻ, വോട്ടഡ് ഓർ ചാർജ്ഡ് തുടങ്ങിയ ഹെഡിങ്ങുകളോട് കൂടിയ ബ്ലാങ്ക് കോളംസ് കാണാം. ഹെഡ് ഓഫ് അക്കൗണ്ട് കോഡ് ചെയ്യുന്നത് എന്തിനെ? അത് പറയാം. ബിൽ ടൈപ്പ് എന്ന ഹെഡിങ് സീരിയൽ നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ എന്നതുകൊണ്ട് ഓരോ സാലറി ഹെഡിനും ഓരോ പേരുണ്ടാകും. ഉദാഹരണം EP ബിൽ, സാലറി ബിൽ, മെയിൻ ബിൽ എക്സെട്ര. അങ്ങനെ ഒരു പേരാണ് നൽകേണ്ടത്. ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് പൂർണ്ണമായും ടൈപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോൾ 2406-01-001-95-01. ഡിസ്ക്രിപ്ഷൻ ഓഫ് HOAയിൽ ഹെഡ് ഓഫ് അക്കൗണ്ട് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നത് സാലറി ഹെഡ് ആണെങ്കിൽ സാലറീസ് എന്നും, വേജസ് ഹെഡ് ആണെങ്കിൽ വേജസ് എന്നും ടൈപ്പ് ചെയ്യുക. പ്ലാൻ ആണോ നോൺ പ്ലാൻ ആണോ എന്ന് സെലക്ട് ചെയ്യുക. വോട്ടഡ് ഓർ ചാർജ് എന്നെടുത്ത് വോട്ടഡ് ആണോ ചാർജ്ഡ് ആണോ എന്ന് സെലക്ട് ചെയ്യുക. ഇതിനുശേഷം ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഇപ്രകാരം ഓരോ ഹെഡുകളും സ്റ്റോർ ചെയ്യുക. സാലറി മാറ്റേഴ്സിൽ അക്വിറ്റൻസ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിലേക്ക് പോവുക. അവിടെ ഡിപ്പാർട്ട്മെൻറ്റും ഡിസ്ട്രിക്റ്റും ഉണ്ടാവും. ഓഫീസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ കോഡ്, അക്വിറ്റൻസ് ഹെഡിങ്ങോടുകൂടിയ ബ്ലാങ്ക് കോളംസ് ഉണ്ടാവും. കോഡ് എന്ന ബോക്സിൽ സീരിയൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അക്വിറ്റൻസിന് പേര് നൽകി ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷനിൽ എഡിറ്റ് എംപ്ലോയി റെക്കോർഡ് എടുക്കുക. ഇവിടെ ഓഫീസിലെ ഓരോ എംപ്ലോയിയുടെയും പെൻ എൻ്റർ ചെയ്യുക. എംപ്ലോയി ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ പ്രസൻറ്റ് സർവീസ് ഡീറ്റെയിൽസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ 5 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് റെഗുലർ തന്നെ ആയിരിക്കണം. സർവീസ് കാറ്റഗറിയിൽ NGOസിന് സ്റ്റേറ്റ് സബോർഡിനേറ്റ്സ് എന്നും, ഗസറ്റഡ് ഓഫീസേഴ്സിന് സ്റ്റേറ്റ് ഗസറ്റഡ് എന്നും, പാർട്ട് ടൈം സ്റ്റാഫിന് പാർട്ട് ടൈം സ്റ്റാഫ് എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. ഡെസിഗ്നേഷൻ, PF ടൈപ്പ്, PF നമ്പർ ഇവ കൃത്യമാണോ എന്ന് പരിശോധിക്കുക. ഇനി പ്രസൻറ്റ് സാലറി എന്ന ടാബിലേക്കാണ് പോകേണ്ടത്. അവിടെ ബേസിക് പേ, ബിൽ ടൈപ്പ്, ലാസ്റ്റ് പേ ചേഞ്ച് ഡേറ്റ്, നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് ഡേറ്റ്, അക്വിറ്റൻസ് ഗ്രൂപ്പ് എന്നീ ഫീൽഡുകൾ ഫിൽ ചെയ്യുക. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഡിഡക്ഷൻ അതർ ദാൻ ലോൺസ് ഓർ അഡ്വാൻസസ് എന്ന ഫീൽഡിൽ ഓരോ ഡിഡക്ഷൻ, ലോൺ ഒഴികെയുള്ള എല്ലാ ഡിഡക്ഷനും എൻ്റർ ചെയ്യുക. ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. അഡീഷണൽ അലവൻസ് ഉണ്ടെങ്കിൽ അലവൻസ് അതർ ദാൻ DA, HRA, CCA ഈ ഓപ്ഷനിൽ എൻ്റർ ചെയ്യുക. അഡീഷണൽ അലവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ അലവൻസ്, അതർ അലവൻസ് തുടങ്ങിയവയാണ്. ഇൻസേർട്ട് ചെയ്ത ശേഷം സേവ് ചെയ്യുക.
ലോൺസ് ഓർ അഡ്വാൻസ് ഉണ്ടെങ്കിൽ ലോൺസ് എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് അവിടെ GPF അഡ്വാൻസ്, ഫെസ്റ്റിവൽ അഡ്വാൻസ്, HBA ലോൺസ് തുടങ്ങിയവ എൻ്റർ ചെയ്ത ശേഷം കൺഫേം ചെയ്യുക. സാലറി ബാധിക്കുന്ന ലീവ് ഉണ്ടെങ്കിൽ അത് എവിടെ എൻ്റർ ചെയ്യണം? സാലറി പ്രോസസ് ചെയ്യുന്ന മാസം സാലറിയെ ബാധിക്കുന്ന ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുന്നത് ലീവ് അവൈൽഡ് എന്ന ഓപ്ഷനിലാണ്. ഹാഫ് പേ ലീവിനും ഏൺഡ് ലീവിനും ആദ്യം തന്നെ ലീവ് അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ഓപ്പണിംഗ് ബാലൻസ് സെറ്റ് ചെയ്തിരിക്കണം. ഈ രീതിയിൽ ഓഫീസിലുള്ള ഓരോ എംപ്ലോയിയുടെയും സാലറി ബിൽ പ്രോസസ്സിങ്ങിന് ആവശ്യമായ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. എല്ലാ ജീവനക്കാരുടെയും ഡീറ്റെയിൽസ് എല്ലാ മാസവും ഇതുപോലെ എഡിറ്റ് ചെയ്യണോ? മേൽപ്പറഞ്ഞ വിവരങ്ങൾ ഒരിക്കൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള മാസങ്ങളിൽ എല്ലാം എഡിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. വരും മാസങ്ങളിൽ ഇൻക്രിമെൻറ്റ്സ് ആക്ഷൻ, ഗ്രേഡ് പ്രൊമോഷൻ തുടങ്ങിയവ അതാത് ഓപ്ഷനിലൂടെ എൻ്റർ ചെയ്താൽ മതിയാകും. ഇനി സാലറി പ്രോസസ്സിംഗ്. സാലറി മാറ്റേഴ്സ് എന്ന മെനുവിലെ സാലറി പ്രോസസ്സിങ്ങിൽ മന്ത്ലി സാലറി ക്ലിക്ക് ചെയ്യുക. ഇവിടെ DDO കോഡും പ്രോസസ്സ് ചെയ്യേണ്ട ബിൽ ടൈപ്പും സെലക്ട് ചെയ്യുക. അപ്പോൾ ഓൾ എംപ്ലോയീസ്, സെലക്ട് എംപ്ലോയീസ് എന്നീ ബട്ടണുകൾ ആക്റ്റീവ് ആകും. അതിന് താഴെ സാലറി പ്രോസസ്സിംഗ് സ്റ്റാറ്റസ് എന്നൊരു വിൻഡോ കൂടി പ്രത്യക്ഷപ്പെടും. മുകളിൽ സെലക്ട് ചെയ്യുന്ന ബിൽ ടൈപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരെയും പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഓൾ എംപ്ലോയീസ് ബട്ടൺ ഉപയോഗിക്കാം. സെലക്ട് എംപ്ലോയി ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ബില്ലിൽ ഉൾപ്പെട്ടിട്ടുള്ള എംപ്ലോയീസിൻ്റെ പേര് വിവരങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെടും. അതിൽ വേണ്ട എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കാം. ഇതിൻ്റെ മറ്റൊരു ഉപയോഗം എന്തെന്നാൽ എല്ലാ എംപ്ലോയിയും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനും കഴിയും. എംപ്ലോയീസിനെ സെലക്ട് ചെയ്ത ശേഷം അവിടെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ യുവർ റിക്വസ്റ്റ് ഫോർ സാലറി പ്രോസസ്സിംഗ് ഹാസ് ബീൻ അക്സെപ്റ്റഡ്, ജോബ് നമ്പർ എന്നൊരു മെസ്സേജ് ബോക്സ് കിട്ടും. അത് ഓക്കെ കൊടുക്കുമ്പോൾ സ്ക്രീനിൻ്റെ വലതുവശമായി സ്റ്റാറ്റസ് ഓഫ് സബ്മിറ്റഡ് ജോബ് എന്ന് തലക്കെട്ടോടുകൂടി ജോബ് സ്റ്റാറ്റസ് കാണാൻ കഴിയും. അവിടെ ആദ്യം ജോബ് വെയിറ്റിംഗ് എന്നായിരിക്കും കാണുക. റിഫ്രഷ് ബട്ടൺ പ്രസ് ചെയ്താൽ ജോബ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്നായി മാറും. ഇതോടെ സാലറി പ്രോസസ്സിംഗ് കഴിഞ്ഞു. ബില്ല് എങ്ങനെ കാണാൻ സാധിക്കും? ഇനി ബിൽ കാണുന്നതിനായി സാലറി മാറ്റേഴ്സ് എന്ന ഓപ്ഷനിൽ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസിലെ പേ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ് ക്ലിക്ക് ചെയ്യുക. അവിടെ DDO കോഡും മന്തും സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ കഴിയും. അതിലുള്ള സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സ്ക്രീനിൽ വലതുവശത്തായി ഡിസ്ക്രിപ്ഷൻസ് ലിസ്റ്റ് ചെയ്യും. അതായത് ഇന്നർ ബിൽ എബ്സ്ട്രാക്ട്, ഔട്ടർ ബിൽ, PF ഷെഡ്യൂൾ, LIC ഷെഡ്യൂൾ എന്നിവ. നമുക്ക് ഏതാണോ വേണ്ടത് അതിന് നേരെ കാണുന്ന സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ജനറേറ്റ് റിപ്പോർട്ട് ബട്ടൺ ഓപ്പണായി വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് സ്ക്രീനിൽ കാണാൻ കഴിയും. ബില്ലിൽ തെറ്റ് വന്നാൽ ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ബില്ലിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റ് സംഭവിച്ചാൽ ബിൽ ക്യാൻസൽ ചെയ്യുന്നതിനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. അതിനായി സാലറി മാറ്റേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സാലറി പ്രോസസ്സിങ്ങിൽ ക്യാൻസൽ പ്രോസസ്ഡ് സാലറി ക്ലിക്ക് ചെയ്യുക. ബിൽ ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ?
ബിൽ ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്തു പാസ്സായി കഴിഞ്ഞാൽ എൻകാഷ്മെന്റ് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യണം. അതിനായി സാലറി മാറ്റേഴ്സ് എന്ന ഓപ്ഷനിലൂടെ സാലറി പ്രോസസ്സിംഗിൽ എൻകാഷ്മെന്റ് ഡീറ്റെയിൽസ് എടുക്കുക. ഇവിടെയും DDO കോഡും മന്തും സെലക്ട് ചെയ്യുക. അവിടെ ബിൽ ഡീറ്റെയിൽസ് ദൃശ്യമാകും. അതിലുള്ള സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻകാഷ്മെന്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ബ്ലാങ്ക് കോളംസ് കിട്ടും. അതിൽ ഡേറ്റ് ഓഫ് എൻകാഷ്മെന്റ് കോളം ഫിൽ ചെയ്യുക. വേണമെങ്കിൽ ക്യാഷ് എമൗണ്ട് കോളത്തിൽ നെറ്റ് എമൗണ്ട് എൻ്റർ ചെയ്യാം. ബാക്കിയുള്ള ബോക്സുകളിൽ വാല്യൂ 0 കൊടുത്ത് ഫിൽ ചെയ്യുക. അതിനുശേഷം കൺഫേം പ്രസ് ചെയ്ത് സേവ് ചെയ്യുക. അടുത്തതായി ചെയ്യേണ്ടത് സാലറി സ്ലിപ്പ് ജനറേഷൻ ആണ്. സാലറി മാറ്റേഴ്സ് എന്ന മെനുവിൽ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസിലേക്ക് വരിക. അതിൽ സാലറി സ്ലിപ്പ് എന്ന ഓപ്ഷനിൽ ബിൽ വൈസ് സ്ലിപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ DDO കോഡും മന്തും സെലക്ട് ചെയ്യുക. അവിടെ ബിൽ ഡീറ്റെയിൽസ് പ്രത്യക്ഷപ്പെടും. അതിലുള്ള ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സാലറി സ്ലിപ്പ് ഓപ്പൺ ആയി കിട്ടും. അക്വിറ്റൻസ് റോൾ എങ്ങനെ എടുക്കാം? അക്വിറ്റൻസ് റോൾ എടുക്കണമെങ്കിൽ സാലറി മാറ്റേഴ്സിൽ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ് ക്ലിക്ക് ചെയ്യുക. അതിൽ സാലറി അക്വിറ്റൻസ് സെലക്ട് ചെയ്യുക. ഇവിടെ DDO കോഡും അക്വിറ്റൻസ് ടൈപ്പ് മന്തും സെലക്ട് ചെയ്യുക. അപ്പോൾ ബിൽ ഡീറ്റെയിൽസ് ദൃശ്യമാകും. അവിടെ ബിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം വ്യൂ റിപ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ മൊഡ്യൂളിൽ സാലറി പ്രോസസ്സിംഗ് എങ്ങനെയെന്നത് വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ സംശയങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു.